നമ്മളിന്ന് സംസാരിക്കുന്നത് പേരാമ്പ്ര മണ്ഡലം. പേരാമ്പ്ര മണ്ഡലം ഒരു സാധാരണ മണ്ഡലമാണ്. അതിന്റെ ഒരു പ്രത്യേകത, അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ എതിരായിട്ട് മത്സരിക്കാൻ പോയത് ഫാത്തിമ തഹരിയ, മുസ്ലിം ലീഗിന്റെ. ഫാത്തിമ തഹരിയ അവിടുത്തെ സമയത്ത് ആ മണ്ഡലത്തിന്റെ ഒരു ചിത്രം തന്നെ മാറുകയാണ്. ഫാത്തിമ തഹരിയ വലിയ ആവേശത്തോടെ പ്രചരണം നടത്തുന്നു. അത് നടത്തിയ സമയത്ത് അതൊരു ഭയങ്കരമായ ജനപിന്തുണ കിട്ടിയെന്ന് കണ്ട സമയത്ത് ഈ LDF കൺവീനർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ മത്സരിക്കുന്ന മണ്ഡലത്തില് പ്രചരണമാകെ ഉൾട്ടായത്. അവിടെ പറഞ്ഞത് നമ്മുടെ കൗമിലെ കുട്ടിയാണ് മത്സരിക്കുന്നത് ഫാത്തിമ തഹരിയ, അതുകൊണ്ട് നമ്മള് കൗമിന്റെ ആൾക്കാർ, സമുദായത്തിന്റെ ആൾക്കാർ ഫാത്തിമ തഹരിയക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് സ്വന്തം പ്രചരണ വാഹനത്തിലാണ്. അല്ലാതെ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞു കേട്ടതല്ല, പ്രചരണ വാഹനത്തിലെ അനൗൺസ്മെന്റിൽ പറയാണ്. ഈ ഒരു അവസ്ഥ CPM-ന്റെ ഒരു അവസ്ഥ, ഇതൊരു പുതുമയുള്ള കാര്യമല്ലാന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിനെ കുറിച്ച് സംസാരിക്കാമോ? ഈ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് CPM തെരഞ്ഞെടുപ്പിൽ എന്നല്ല, ഏത് തരത്തിലും വർഗീയതയെ, സാമുദായികതയെ, സമുദായത്തിനുള്ളിലുള്ള ഉൾപിരിവുകൾ ഒക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ എന്നതെല്ലാം തെരഞ്ഞെടുപ്പിലും അല്ലാത്ത സമയത്തും നോക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് ആ തരത്തിൽ CPM ആണ്. വർഗീയത തരാതരം പോലെ ഉപയോഗിക്കുക. നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു സാമുദായിക വർഗീയതയ്ക്കാണ് നമ്മൾ വർഗീയ പ്രസ്ഥാനം എന്ന് പറയുക. ഇവിടെ ഏതെങ്കിലും ഒന്നല്ല, ഏത് തരം വർഗീയതയും, ജാതി മതം, ഈ സമുദായത്തിനകത്ത് വിശ്വാസപരമായ ഉൾപ്പിരിവുകൾ, സുന്നി, മുജാഹിദ്, യാക്കോബായ, ദലിത്, സവർണൻ എന്നൊക്കെ ഏതൊക്കെ തരത്തിൽ മനുഷ്യരെ വിഭജിച്ച് നിർത്താൻ സാധിക്കുമോ, അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ, അതിന്റെ അവസാനത്തെ വഴിയും അന്വേഷിക്കുന്ന ഒരു പാർട്ടി, ഇതുപോലെ ഒരു പാർട്ടി ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെയും ഉണ്ടാവില്ല. അതിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയൊരു ചരിത്രമാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പൊ നമ്മള് TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരനെ കൊല ചെയ്ത വാഹനത്തിൽ മാഷാ അല്ലാ എന്ന ഒരു സ്റ്റിക്കർ വാങ്ങി പതിക്കുക മാത്രമല്ല, നമ്മൾ അതുകൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ പോട്ടെ, മാഷാ അല്ലാ എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ച ഒരു വാഹനത്തിൽ പോയി കൊല ചെയ്യുകയും എന്നിട്ട് അന്ന് തന്നെ കൈരളിയിൽ ചർച്ച നടക്കുകയാണ്. എന്ത്? കൈരളി ചാനലിൽ ചർച്ച നടക്കുകയാണ് മുസ്ലിം മതമൗലികവാദികളുടെ അക്രമങ്ങളെ കുറിച്ച്, ഭീകരതയെ കുറിച്ച് നടക്കുകയാണ്. എന്നിട്ട് അവിടെ പ്രചരണം നടക്കുകയാണ്. എന്താണ്? TP ചന്ദ്രശേഖരൻ എന്തെല്ലാമോ ചില പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ മുസ്ലിം മതമൗലികവാദികളാണ് TPയെ കൊന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം അവിടെ നടക്കുകയും ഈ മുസ്ലിം മതമൗലികവാദികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ചാനൽ ചർച്ച നടത്തുകയും. ഒരു കാര്യവും മനസ്സിലാക്കണം, അങ്ങനെ ഒരു ചാനൽ ചർച്ച അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരന്റെ കൊലയെ കുറിച്ചും ഈ പാർട്ടിക്ക് അറിയാമായിരുന്നു. അതെ, ചാനലും അറിയാമായിരുന്നു. അപ്പൊ പാർട്ടി അറിഞ്ഞുകൊണ്ടിട്ടുള്ളതാണ്. അവിടേക്ക് ഇതിന്റെ അന്വേഷണവും സംഗതികളും വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ല എന്ന് തീർച്ചയായിട്ടും പറയണം. അതുപോലെ തന്നെ നമ്മുടെ സിറാത്ത് പാലം ഷാജി മത്സരിച്ചു, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിപ്പോ തലശ്ശേരിയിൽ മത്സരിക്കുന്ന കാരായി രാജൻ, എന്നൊരു ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ്. ആ പോപ്പുലർ ഫ്രണ്ടിൽ അയാൾ DYFI-കാരനായിരുന്നു. ഈ ഫസൽ, അയാള് പോപ്പുലർ ഫ്രണ്ടിലേക്ക് മാറി. ആ ദേശാഭിമാനിയുടെ വിതരണക്കാരൻ കൂടിയായിരുന്ന അയാളെ ഒരു ദിവസം കൊല ചെയ്യുകയും, അത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ്. എന്നിട്ട് കൊല ചെയ്യുകയും ആ രക്തം പുരണ്ട വസ്തുക്കളൊക്കെ ഒരു RSS കേന്ദ്രത്തിൽ, ഒരു അമ്പലത്തിനടുത്ത് കൊണ്ടുപോയിടുകയും പിറ്റേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ തന്നെ തലശ്ശേരിയിൽ വരികയാണ്. എന്നിട്ട് അവിടെ RSS-നെതിരായിട്ടുള്ള പ്രചരണം നടക്കുകയാണ്. അപ്പൊ ഒരു RSS പോപ്പുലർ ഫ്രണ്ട് സംഘർഷം എന്ന് വെച്ചാൽ ഒരു സാമുദായിക കലാപം തന്നെ തലശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം. എന്നിട്ട് അവിടെ വലിയ പ്രചരണം നടത്തി, പോലീസിനെ ഉപയോഗിച്ച് RSS-ന്റെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു, അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. പിന്നീടാണ് ഈ കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെയും ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കി, സാമുദായിക സംഘർഷം ഉണ്ടാക്കി.
അലിയും മാലിയൊക്കെ പോലെ മുന്നണിയിലാണ് ഇവർക്കാരും. അതെ അതെ, ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പൊ അത്തരത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോ അഴീക്കോട് കെ എം ഷാജിക്കെതിരെ ഇതേ കാര്യം ഉപയോഗിച്ചു. കെ എം ഷാജിക്കെതിരെ പ്രയോഗിച്ചത് ഒരു നോട്ടീസാണ്. അത് പ്രിന്റഡ് നോട്ടീസായി. ആ പ്രിന്റഡ് നോട്ടീസിൽ പറയുന്നത് മുഹമ്മദ് ഷാജി കെ എം ഷാജി എന്ന മുഹമ്മദ് ഷാജി എന്ന കെ എം ഷാജി ഒരിക്കൽ പോലും മുഹമ്മദ് ഷാജി എന്ന് പറയുന്ന ഒരു വാക്ക് പേര് ഉപയോഗിച്ച് തന്നെ എങ്ങനെയാണ് മുഹമ്മദ് ഷാജി ആണോ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ആ മുഹമ്മദ് ഷാജിക്ക് വോട്ട് ചെയ്താൽ സിറാത്ത് പാലം കടക്കാൻ പറ്റുള്ളൂ എന്ന തരത്തിലുള്ള വാചകങ്ങളൊക്കെ ഒരു നോട്ടീസ്, ആ നോട്ടീസ് ഓരോ സ്ഥലത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ നോട്ടീസ് എടുത്ത് ഒരാൾ വായിക്കുകയോ എടുക്കുകയോ ചെയ്തപ്പോ അയാളെ പോയി പോലീസ് വളരെ തന്ത്രപ്രയോജനം അറസ്റ്റ് ചെയ്തു. പിന്നെ യാതൊരു അനക്കമില്ല. പോലീസുകാരും കൂടി ഒത്തിട്ടാണ്. എന്നിട്ട് പിന്നെ ഒരു അനക്കമില്ല. പിന്നെ UDF പ്രവർത്തകന്മാർ ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചില്ല. ഒരു നോട്ടീസിനെ പറ്റി ഒരു കേസെടുത്തു, ഓക്കെ, പിന്നെ ചലനമൊന്നും ഇല്ലല്ലോ എന്ന നിലയിൽ വിട്ടതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കെ എം ഷാജി ജയിച്ചപ്പോൾ കോടതിയിൽ കേസുമായിട്ട് ഈ നികേഷ് കുമാർ പോവുകയും ആ കേസിൽ എന്തെങ്കിലും വിധി വരികയാണ്. ഇതൊരു വലിയ തെളിവായി മാറുകയാണ്. ഇത് ഈ കേസെടുത്തത്, ഈ നോട്ടീസും കേസും ഒരു തെളിവായി മാറുക. പക്ഷെ അതേ സ്ഥാനം തന്നെ, അതേ ഏതാണ്ട് സമാനമായ വാചകം തന്നെ വടകരയിൽ ഷാഫിക്കെതിരെ ഉപയോഗിച്ചു. പക്ഷെ അതിൽ ഒരു പാളിച്ച പറ്റി. ആ പാളിച്ച പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതാണല്ലോ ഡിജിറ്റൽ മീഡിയയിലാണ്. ഇത് ഡിജിറ്റൽ മീഡിയയിലായാലും എന്താണ്, ഇത് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഞങ്ങൾക്ക് തെളിവൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല, പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കേരള പോലീസ് ഹൈക്കോടതി അറിയിച്ചതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ഡിജിറ്റൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഡിജിറ്റൽ മീഡിയയിൽ എവിടെയാണ് ഒരു കണ്ടന്റ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. അതെ, MSF നേതാവിന്റെ സ്ക്രീൻഷോട്ടാണ്, MSF നേതാവിന്റെ പേരിൽ ആണ് അത് കൊണ്ടുവന്നത്. പക്ഷെ എന്താണ്, ഉടനെ തന്നെ MSF നേതാവ് കോടതിയും പോലീസിനെ സമീപിക്കുകയും രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തപ്പോ പോലീസിന് എന്ത് കണ്ടെത്താൻ സാധിച്ചു? ഈ MSF നേതാവിന് ഈ സ്ക്രീൻഷോട്ടുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോ ഹൈക്കോടതി പലതവണ റിപ്പോർട്ട് തേടിയപ്പോ ആ സ്ക്രീൻഷോട്ട് അവസാനം വന്നത് ഒരു DYFI നേതാവിന്റെ കയ്യിൽ നിന്നാണ് എന്ന് വെച്ചാൽ DYFI നേതാവ് അഡ്മിനായ ഒരു ഗ്രൂപ്പിലാണ് അവസാനം, അതായത് അതിന്റെ ഏറ്റവും ആദ്യം ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ആ സ്ക്രീൻഷോട്ട് കാണുന്നത് ഈ അമ്പാടി സഖാക്കളുടെ ഗ്രൂപ്പിലാണ് എന്ന് കണ്ടെത്തി. അതോടുകൂടി കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ കേരള പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അങ്ങനെ ഒളിവും പറയുന്നില്ല. ഒരു ഡിജിറ്റൽ മീഡിയ ആയതുകൊണ്ടാണ് അങ്ങനെ പ്രതി ശിക്ഷിക്കുക, അതായത് കണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട ആളെങ്കിലും രക്ഷപ്പെട്ടത്. MSF നേതാവെങ്കിലും അയാൾ കുറ്റക്കാരനല്ല എന്ന് അയാൾക്ക് തെളിയിക്കാൻ സാധിച്ചത് അയാളുടെ ഈ ഡിജിറ്റൽ മീഡിയ ആയതുകൊണ്ടാണ്. ഇവിടെ അതിന്റെ തന്നെ മറ്റൊരു പ്രയോഗമാണ് നടക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ വർഗീയമായി വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. കണ്ടാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, പിന്നെ ഒരു തട്ടം കണ്ടാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, മതം നോക്കി വോട്ട് ചെയ്യുന്ന. ഈ കേരളത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഇത്ര മാത്രം. ഞാൻ ഏറ്റവും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മലപ്പുറം ജില്ലയില് തവനൂർ മണ്ഡലത്തില് VS ജോയ് മത്സരിക്കുന്നുണ്ട്, DCC പ്രസിഡന്റ്. അവിടെ വിരലിലുണ്ടാവുന്ന ക്രിസ്ത്യാനികളാണുള്ളത്. ആ മണ്ഡലത്തില് ഇന്ന് KT ജലീലിനെതിരെ ഏറ്റവും ശക്തമായ പ്രചരണവും പ്രവർത്തനവും നടത്തുന്ന UDF ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് മലപ്പുറത്ത് മാത്രമേ നടക്കുള്ളൂ, മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുള്ളൂ. അതിൽ തന്നെ മുസ്ലിം ലീഗാണ് ഏറ്റവും മുന്നിൽ. അല്ല, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ, മുസ്ലിം സമുദായമാകട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, ഏതാണോ മുന്നണി സ്ഥാനാർത്ഥി
ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി 7 അറ്റം വരെയും പ്രവർത്തനങ്ങൾ നടത്തുന്ന ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തനം നടക്കുന്നതാണ് എന്ന് എല്ലാ കാലഘട്ടത്തിലും ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നൂർബിന റഷീദ് 2021 കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച സമയത്ത് അവിടെ ഇവര് പ്രയോഗിച്ചത് സുന്നി ആശയപ്രകാരം സ്ത്രീ മത്സരിക്കരുത് എന്ന തമ്മിലുള്ള ആ ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ അതേ മണ്ഡലത്തിലെ നമ്മുടെ ഖമറുന്നീസ അൻവർ മത്സരിച്ചു. അന്ന് പ്രയോഗിച്ചത് ഖമറുന്നീസ വഹാബിയാണ് എന്ന് പറയുന്നത്. അപ്പം എല്ലാം ഉപയോഗിക്കും. അതായത് അത് മുസ്ലിം സമുദായത്തിലെ ഏത് ഇതിനും ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആറന്മുളയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തന്നെ ഒരു പള്ളിയിൽ ഒരു ചർച്ചിലോ ഒരു അച്ഛനാണ് അതുണ്ടായത്. എന്താണ് നമ്മുടെ പി ടി തോമസിന്റെ ഭാഗത്ത് ഉമാ തോമസ് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ നമ്മൾ സജീവമായി ചാനൽ ചർച്ചകൾക്ക് പങ്കുകൊണ്ടിരുന്ന അരുൺകുമാറാണ് അവിടെ ഒരു സ്ഥാനാർത്ഥി എന്നൊരവസ്ഥ വന്നു. അരുൺകുമാറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും ആരംഭിച്ചിരുന്നു. പക്ഷെ അവിടെ പെട്ടെന്നാണ് ഒരു ഡോക്ടർ ജോ ജോസഫ് സ്ഥാനാർത്ഥിയാണ്. ആ ഡോക്ടർ ജോ ജോസഫിനെ പ്രഖ്യാപിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ്. സ്വകാര്യ ആശുപത്രിയിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഈ ഒരു തന്ത്രം പിന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പാലക്കാട് മണ്ഡലത്തില് അവിടെ ഒരു അപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവര് മത്സരിപ്പിച്ചെന്താ വെച്ചാൽ മുസ്ലിങ്ങൾ ഈ പേര് കണ്ടിട്ട് മുസ്ലിം വോട്ട് പറയാൻ അങ്ങോട്ട് പോയാല് അതെ അതെ ഇവരുടെ BJP ഡീൽ പ്രകാരം അതായത് ഇവിടെ പ്രധാനമായും BJPക്കെതിരെ അതായത് ഫാസിസ്റ്റ് വിരുദ്ധ വോട്ട് വരാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ വരാൻ സാധ്യതയുള്ളത് മുസ്ലിങ്ങളുടെ ഭാഗത്താണ്. അപ്പോ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുക, മുസ്ലിം വോട്ട് കേന്ദ്രീകരിക്കപ്പെടാതെ അല്ലെങ്കിൽ BJP വിരുദ്ധ തലത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടക്കാണ് BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കുക. അങ്ങനെ BJPക്ക് ജയിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥ ഒരുക്കുക എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഒരാൾ അവിടെ സ്ഥാനാർത്ഥി